മഴയെ എങ്ങനെയാണ് പൊതുവെ നാം വരവേൽക്കുന്നത്? അവനവൻ്റെതായ സൗകര്യങ്ങളിലേക്ക് ചുരുണ്ടുകൂടിയല്ലേ? എന്നാൽ മഴ പെയ്യുന്നത് ഒരാഘോഷമായി മാറ്റുന്ന ജനതയെ കണ്ടിട്ടുണ്ടോ? അറബ് നാടുകളിൽ അതങ്ങനെയാണ്. ഇത്രമേൽ മഴയെ പ്രണയിക്കുന്ന മറ്റൊരു ജനതയും ലോകത്തുണ്ടാവാനിടയില്ല. വേനലിലായാലും ശൈത്യത്തിലായാലും വല്ലപ്പോഴുമൊക്കെയാണ് മരുഭൂമിയിൽ ഒരു മഴയെത്തുന്നത്. ദുബൈയിൽ നിന്നും ഷൗക്കയിലേക്കുള്ള ഈ യാത്രയിൽ സാധാരണക്കാരന് നോക്കിയാൽ കാണാവുന്ന ഒരു മഴയുടെ അളവും ആകാശത്തെവിടെയും ഉണ്ടായിരുന്നില്ല. റാസൽ ഖൈമയുടെ കിഴക്കൻ അതിർത്തിയിൽ ഷാർജയോട് ചേർന്ന ഷൗക്ക ഡാമിൽ ഒഴിവു ദിവസമായിട്ട് പോലും വിരലിൽ എണ്ണാവുന്ന സഞ്ചാരികളെ എത്തിയിട്ടുമുള്ളൂ. നല്ല ചൂടും ഉഷ്ണക്കാറ്റും. ഡാം ഏതാണ്ട് ഉണങ്ങിത്തുടങ്ങിയ അവസ്ഥയിലാണ്. നോക്കിയിരിക്കെ സൂര്യവെളിച്ചത്തിൽ നേരിയൊരു മാറ്റം. വളരെ ചെറിയ വർണ്ണവ്യത്യാസം മാത്രമാണത്. കേരളത്തിലെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ മഴ വരുന്നതിൻ്റെ ഒരു ലക്ഷണവും ആകാശത്ത് കാണാനുണ്ടായിരുന്നില്ല. എന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇവിടെയുള്ളവർക്ക് കൃത്യമായി അറിയാം. വിശേഷിച്ചും പഴയ തലമുറയിൽപ്പെട്ടവർക്ക് മഴയും കാറ്റുമൊക്കെ വരാൻ പോകുന്നുണ്ടെന്ന് അന്തരീക്ഷത്തിലെ ലക്ഷണങ്ങൾ നോക്കി പ്രവചിക്കാനാവും. മഴയെ വരവേൽക്കാനായി സമീപ പ്രദേശങ്ങളിൽ നിന്നും ജനം കുതികുതിച്ചെത്തുന്നതാണ് ഈ കാഴ്ച. വലിയ ആഘോഷത്തിമിർപ്പിലാണ് കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഓടിയെത്തുന്നത്. റോഡരികിലെ കിട്ടിയ ഇടങ്ങളിൽ കാറുകൾ ഒതുക്കിയിട്ട് മഴയിലേക്ക് ഇറങ്ങി ഓടുകയാണവർ. അതിലേറെ അത്ഭുതകരമാണ് അവരുടെ വേഷവിധാനം. ചെളിയിലിറങ്ങുന്നതിന് കൈലിയോ ബർമുടയോ ഒന്നുമല്ല, സാധാരണ മട്ടിലുള്ള നല്ല വൃത്തിയുള്ള വെളുത്ത വസ്ത്രങ്ങളാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. അതിൽ അഴുക്കു പൊരുളുന്നതോ കുട്ടികളുടെ തലയിൽ മഴ കൊള്ളുന്നതോ ആരുടെയും വേവലാതിയല്ല. നമ്മുടെ നാട്ടിലേതുപോലെയല്ല മഴ പെയ്താൽ ഈ പ്രദേശങ്ങളുടെ ചിത്രം. വളരെ പതുക്കെയാണ് ഭൂമി വെള്ളം കുടിച്ചു വറ്റിക്കുക. മലകളിൽ നിന്നും പൊടുന്നനെയാണ് മഴവെള്ളം കുത്തിയൊലിച്ച് താഴേക്ക് വരുന്നത്. ഈ പ്രളയച്ചാലുകളെ അറബി ഭാഷയിൽ വിളിക്കുന്നത് വാദി എന്നാണ്. അതുവരെ വരണ്ടുണങ്ങിക്കിടക്കുന്ന വാദി നിമിഷങ്ങൾ കൊണ്ട് ഒരു വലിയ നദിയായി മാറും. അതിലേറെ കൗതുകകരമാണ് ക്ഷണനേരം കൊണ്ട് ഈ നദി ഇല്ലാതാവുന്നതും. മഴ തോർന്ന് ഏറിയാൽ ഒരു മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് മിക്ക വാദികളുടെയും ആയുസ്. പക്ഷെ ജീവൻ വെക്കുന്ന സമയത്ത് ചില വാദികളെങ്കിലും ഉഗ്രരൂപം പ്രാപിക്കാറുണ്ട്. മഴവെള്ളം ഇടയ്ക്കൊക്കെ പ്രതീക്ഷകളെ മറികടന്ന് ആളുകളെയും വാഹനങ്ങളെയും ഒക്കെ ഒഴുക്കിൽ മുക്കിക്കളയാറുമുണ്ട്. അതൊക്കെ വല്ലപ്പോഴും ഒരിക്കൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾ മാത്രം. ലോകത്തെ മിക്ക രാജ്യങ്ങളിലും കൃത്യമായ കാലഗണനയോടെയാണ് മൺസൂൺ കടന്നു വരാറുള്ളത്. എന്നാൽ ഈ സമയക്രമങ്ങളൊന്നും ബാധകമല്ലാത്ത ഇടമാണ് മരുഭൂമി. വേനലിൻ്റെ ഉച്ചയിലെപ്പോഴോ ഒരിക്കൽ പെയ്യുന്ന മഴയിൽ ആ വർഷത്തേക്കുള്ള എല്ലാ വിളവുകളും പൂക്കുകയും കായ്ക്കുകയും ചെയ്യണം. നമ്മുടേതുപോലെ 3-4 മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന മഴക്കാലം ജീവിതത്തിലൊരിക്കലും ഇവർ അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഒരിക്കൽ പോലും മഴ പെയ്യാതെ വർഷങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയും ഈ രാജ്യങ്ങളിലുണ്ടാകും.
പക്ഷെ പെയ്യുന്നത് എപ്പോഴാണെങ്കിലും മരുഭൂമിയിലെ മൺസൂൺ എല്ലാ ആഹ്ലാദങ്ങളെക്കാളും വലിയ ആഹ്ലാദമാണ്.